ബൂമിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഇനി അങ്ങോട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഡേറ്റ ആൻഡ് AI എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് അത്യാവശ്യം ഡേറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരുടെ ഒരു ഹയറിംഗ് കാറ്റഗറിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ബിസിനസിന്റെ ഡേറ്റയെ കുറിച്ച് പഠിക്കുക, അതിനെ പരിശോധിച്ച് ഇൻഫോംഡ് ഡിസിഷൻസ് മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ കമ്പനികളും ഫോക്കസ് ചെയ്യുന്നത്. മുമ്പ് കാലങ്ങളിൽ ബിസിനസിന്റെ ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്തിരുന്നത് ഏറ്റവും എക്സ്പീരിയൻസ് കൂടിയ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ CEO അങ്ങനെയുള്ള ഹയർ പൊസിഷൻസിലുള്ള ഒരു എംപ്ലോയി, അങ്ങനെയുള്ള ഓണർഷിപ്പ് ഉള്ള ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ നോളജ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവർ ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കമ്പനീസ് അവരുടെ ഡേറ്റയെ പരിശോധിച്ചുകൊണ്ട് ആ ഡേറ്റയിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ കമ്പനീസിന്റെ ഡിസിഷൻസ് എടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ തെറ്റ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. മുമ്പത്തെ കാലത്താണെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെങ്കിൽ അവരുടെ ആ നോളജിനെ ഡിപ്പെൻഡ് ചെയ്യും. അത്തരം ഇൻസൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ഡിസിഷൻസ് തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്പനീസും ഇന്ന് ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസിൽ എല്ലാ കമ്പനീസിനും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സിനും ഡേറ്റ പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. ഡേറ്റ അനലിറ്റിക്സ് എന്നൊരു കൊടക്കീഴിൽ വരുന്ന ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഡേറ്റ എഞ്ചിനീയറിംഗ്. സത്യത്തിൽ എന്താണ് ഡേറ്റ അനലിറ്റിക്സ്? നിങ്ങളുടെ ബിസിനസിന്റെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡേറ്റയെ പരിശോധിച്ച് അതിൽ നിന്ന് ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ പാറ്റേൺസിനെ കണ്ടെത്തി അതുപരമായിട്ട് നിങ്ങൾ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ്. ഈ ഒരു ഡേറ്റയെ പരിശോധിക്കാൻ, അതിനെ ക്രോഡീകരിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടെത്തിക്കാൻ ഡേറ്റ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ, ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് കണ്ടെത്തി പുതിയ പുതിയ സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ ഒരു ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ടീമിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഡേറ്റയിലുള്ള ഒരു സെർട്ടൈൻ പാറ്റേൺ അവർ കണ്ടെത്തുകയാണെങ്കിൽ ആ പാറ്റേൺ വീണ്ടും ഒരു ഡേറ്റ അനലിസ്റ്റിനെ കൊണ്ട് ക്രോഡീകരിച്ച് പരിശോധിച്ച് ഇൻസൈറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് ആ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസിനെ ഡേറ്റ മോഡൽ ട്രെയിനിങ് ചെയ്യാൻ ഒരു ഡേറ്റ സയന്റിസ്റ്റ് ടീമിന്റെ ആവശ്യമുണ്ട്. ഡേറ്റ അനലിറ്റിക്സ് ഡിഫറെന്റ് പ്രോസസ്സിന് ഡേറ്റ പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. ഡേറ്റ അനലിസ്റ്റ് ആയിട്ടും ഡേറ്റ എഞ്ചിനീയറിംഗ് ആയിട്ടും ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ടും. അപ്പോൾ ബിസിനസ് ഡിസിഷൻസ് നന്നാക്കണമെങ്കിൽ ഒരു ഡേറ്റ ടീമിന്റെ ആവശ്യമുണ്ട്. ഡേറ്റയിൽ നിന്ന് ഇൻഫോംഡ് ഡിസിഷൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ടീമിനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ ഡേറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക കമ്പനികളും ഓൾറെഡി ഡേറ്റ ആൻഡ് AI ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡേറ്റ അനലിസ്റ്റ് ആയിട്ടും ഡേറ്റ സയന്റിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ, BI അനലിസ്റ്റ്, ബിസിനസ് ഇന്റലിജൻസ്, BI എഞ്ചിനീയർ എന്നിങ്ങനെയുള്ള ഒരുപാട് ടൈറ്റിൽസിലേക്ക് ഈ ഒരു ഡേറ്റ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഡേ ബൈ ഡേ ബിസിനസ് ആണെങ്കിലും മറ്റുള്ള നമ്മുടെ നിത്യജീവിതത്തിലെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഡേറ്റ ഇൻക്രീസ് ചെയ്യുകയാണ്, ബിഗ് ഡേറ്റ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെ ക്രോഡീകരിക്കാനും അതിനെ വിശകലനം ചെയ്യാനും അതിൽ നിന്ന് ഇൻഫോംഡ് ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ഒരു ഡേറ്റ ടീം എല്ലാ കമ്പനീസിനും ആവശ്യമാണ്. നോട്ട് ഓൺലി ഫോർ IT കമ്പനീസ്. ഈ ഒരു IT സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരം ബിഗ് ജയന്റ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അങ്ങനെയുള്ള കമ്പനീസിലേക്ക് മാത്രമല്ല, ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും അവരുടെ ഡേ ബൈ ഡേ കാര്യങ്ങളെ ക്രോഡീകരിച്ച് അവരുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ച് പരിശോധിച്ച് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ടീമിനെ ആവശ്യമാണ്. 2021 ഞാൻ ഡേറ്റ അനലിസ്റ്റ് ഇന്റേൺ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹായ് ഓൾ, എൻ്റെ പേര് മുഹമ്മദ് ജുനൈദ്. ഞാൻ പാസ്റ്റ് 3 years ആയിട്ട് ഡേറ്റ അനലിറ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാംഗ്ലൂർ. അപ്പോൾ 2021 ഞാൻ ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക കമ്പനികളും ഇങ്ങനെ ഒരു പൊസിഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഡേറ്റ അനലിസ്റ്റ് ഇന്റേൺ എന്നുള്ള ഒരു ഓപ്ഷനിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ആ ഒരു ടൈമിൽ എനിക്കൊരു ഡേറ്റ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഡേറ്റ അനലിസ്റ്റ് ഇന്റേൺ ആയിട്ടുള്ള ഒരു പൊസിഷൻസ് എനിക്ക് കിട്ടി. ബട്ട് സ്റ്റിൽ അതൊരു പ്രോപ്പർ ഡേറ്റ അനലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റോൾസിലോ വരുന്ന കാര്യമല്ല. അവിടെ ഒരു ഡേറ്റ സയൻസ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഡേറ്റ പ്രിപ്പറേഷൻസ് റോളിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഇന്റേൺഷിപ്പ്. വലിയ കമ്പനികൾ ഓൾറെഡി 2015 അല്ലെങ്കിൽ അതിന് മുന്നേ കാലങ്ങളിൽ തൊട്ട് ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് ആ ഒരു സിസ്റ്റം അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. പല പല ലേബലിലായിട്ടാണ് അവരുടെ പൊസിഷൻസും കാര്യങ്ങളും വന്നിരുന്നത്. അതായത് ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെ ഇങ്ങനെ ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം ആയിരുന്നു ചെയ്തിരുന്നത്. 2021 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കമ്പനീസ് ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് എന്ന പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിനുശേഷം എനിക്കൊരു ഡേറ്റ അനലിറ്റിക്സ് ഇന്റേൺഷിപ്പ് കിട്ടി. ബട്ട് ആക്ച്വലി അതൊരു ഡേറ്റ സയൻസ് പ്രോജക്റ്റ് ആയിരുന്നു. അതിന്റെ ഒരു ഡേറ്റ പ്രിപ്പറേഷൻസ്, ആ ഒരു ഡേറ്റ സയൻസ് മോഡലിനെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ പ്രിപ്പറേഷൻസ് റോളിലായിരുന്നു എന്നെ ഹയർ ചെയ്തത്. ശേഷം ഞാനൊരു വേറൊരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. വീണ്ടും ഇന്റേൺ ആയി. അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ക്ലയന്റ് ഉണ്ട്, ഡേറ്റ അനലിറ്റിക്സ് സർവീസസ്. അതായത് വേറൊരു ടെക്നോളജി ക്ലയന്റിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ക്യാമ്പയിൻ പ്രോസസ്സിന്
പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നെ ഹയർ ചെയ്തത്. അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ സെയിൽസ് ടീമിനെ ഇംപ്രൂവ് ചെയ്യാൻ, ഇങ്ങനെയുള്ള മേഖലയിലേക്കാണ് ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ക്യാമ്പയിൻ അനലിസ്റ്റ് എന്നുള്ള പൊസിഷൻസ് എന്നെ അവർ ഹയർ ചെയ്തു. എൻ്റെ ജോബ് കൂടുതലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ്സിനെ എളുപ്പമാക്കാനുള്ള ഡേറ്റയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു ടീമിലേക്കാണ് എന്നെ ഹയർ ചെയ്യപ്പെട്ടത്. ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ള ഒരു കാര്യം ഡേറ്റയെ പരിശോധിക്കുന്ന ഒരു സെറ്റ് ഓഫ് IT കമ്പനീസിന് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ മറ്റുള്ള ടെക് കമ്പനീസിന് മാത്രമല്ല. അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഫൈനാൻസ്, സപ്ലൈ ചെയിൻ, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഒരു ഡേറ്റ ടീമിനെയും ഡേറ്റയെ പരിശോധിക്കലും ഇങ്ങനെ ഒരു അനലൈസിങ് ടീമും ആവശ്യമാണ്. 2 ഇയേഴ്സോളം ഞാൻ ആ ഒരു ക്യാമ്പയിൻ അനലിറ്റിക്സ് പ്രോസസ്സിൽ വർക്ക് ചെയ്തു. വെരി റീസെൻ്റ്ലി ഐ മൂവ്ഡ് ടു അനദർ പ്രൊജക്ട് വിച്ച് ഈസ് ഫോർ പ്രോഡക്റ്റ് അനലിറ്റിക്സ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഞാനൊരു പ്രൊഡക്റ്റിന്റെ പിന്നാലെയാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് എങ്ങനെ ആൾക്കാരിലേക്ക് വർക്ക് ചെയ്യപ്പെടുന്നു, ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റോ കാര്യങ്ങളോ അല്ല, അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീംസ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടോ, ഇനി ഈ ആപ്പിന്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ, ആപ്പിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെ എങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആവുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിന് എങ്ങനെയൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ടീമിലേക്കാണ് ഞാനിപ്പോൾ മൂവ് ചെയ്തത്. അതൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ള ഈ ഒരു കരിയർ IT-ലെ ഒരു വിങ് ആണെങ്കിൽ പോലും മറ്റുള്ള ഇൻഡസ്ട്രീസിനും ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് ടീമിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസും ഇത്തരം കോഴ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഡൊമൈൻ എക്സ്പീരിയൻസ്, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഫൈനാൻസ് ഡൊമൈൻ, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഡൊമൈൻ, അല്ലെങ്കിൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഡൊമൈൻ എന്നിങ്ങനെ എല്ലാ ഡൊമൈൻസിലുള്ള കുട്ടികളെയും ഈ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് ഡേറ്റ അനലിറ്റിക്സിന്റെ സ്കിൽസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മേഖലയിൽ ഡേറ്റ അനലിറ്റിക്സ്, ഹെൽത്ത് കെയർ ഡേറ്റ അനലിറ്റിക്സ്, ഫൈനാൻഷ്യൽ ഡേറ്റ അനലിസ്റ്റ്, സപ്ലൈ ചെയിൻ ഡേറ്റ അനലിസ്റ്റ് എന്നിങ്ങനെയുള്ള പൊസിഷനിലേക്കും എത്താൻ പറ്റും. മറ്റുള്ള IT കരിയേഴ്സിനെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ BTech CS അല്ലെങ്കിൽ BCA, MCA, അതുപോലെ തന്നെ BSc IT, CS എന്നിങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്സിനാണ് കൂടുതലും ഇത് പ്രിഫറൻസ് ആയിട്ട് വരിക. എന്നാൽ ഈ ഒരു ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള കരിയർ മറ്റുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഡൊമൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ ഈ ഒരു അനലിറ്റിക്സ് എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലേക്ക് വരാൻ ഡേറ്റ അനലിറ്റിക്സ് സ്കിൽസ് ഉപകാരപ്പെടും. കൂടുതൽ കേസിലും ഇതിന് ജോബ് കിട്ടുന്നത് അഫ്കോഴ്സ് IT കമ്പനീസിലുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഡൊമൈൻസ് ആയ ഫൈനാൻഷ്യൽ കമ്പനീസിൽ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഡേറ്റയെ അനലൈസ് ചെയ്യാൻ ഒരു ഫൈനാൻഷ്യൽ ഡേറ്റ അനലിസ്റ്റിന് ആവശ്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ MBA ഫൈനാൻസ് അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടീംസിൽ ഡേറ്റ അനലിസ്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഡൊമൈൻസിലും, ഇൻഷുറൻസിലാണെങ്കിലും ഹെൽത്ത് കെയറിലാണെങ്കിലും അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ, ഓപ്പറേഷൻസ് എല്ലാത്തിലും ഇങ്ങനെ ഒരു ഡേറ്റ അനലിസ്റ്റ്, ഓപ്പറേഷൻസ് ഡേറ്റ അനലിസ്റ്റ് അങ്ങനെയുള്ള ഒരു പൊസിഷൻസ് എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഡൊമൈൻസിലുള്ള കുട്ടികളും ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരും ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള പൊസിഷനാണ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ കേസിലും ഇപ്പോൾ IT കമ്പനീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു IT ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ള ഒരു ഡൊമൈൻ സ്പെസിഫിസിറ്റി വരും. അങ്ങനെയുള്ള കേസിൽ ജോബ് കിട്ടുന്ന കാര്യത്തിൽ ചിലപ്പോൾ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയിരിക്കും. നിങ്ങൾ ഓരോ ഡൊമൈനിലേക്ക് നിങ്ങൾ പോകുമ്പോഴും ആ ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള അനലിസ്റ്റ് റോളിനേക്കാണ് ഇത് കൂടുതലും ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ ഫൈനാൻസ് ഡൊമൈൻ പഠിച്ച ഒരാൾ ഫൈനാൻസ് ഡൊമൈൻ ഹിസ് നോളജ് പ്ലസ് ഡേറ്റ അനലിസ്റ്റ് സ്കിൽസ്, അപ്പോൾ ഫൈനാൻഷ്യൽ ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള പൊസിഷനിലേക്ക് അയാൾക്ക് വരാൻ പറ്റും. ഇത്രയും രീതിയിലാണ് ഇപ്പോൾ കമ്പനീസിൽ ഹയറിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ IT കമ്പനീസ് അല്ലെങ്കിൽ IT സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ്, പിന്നെ മറ്റുള്ള സർവീസ്, മറ്റുള്ള ഡൊമൈൻസ്, ഇപ്പോൾ ഫൈനാൻസ് അല്ലെങ്കിൽ മറ്റുള്ള ഓപ്പറേഷൻസ് എന്നുള്ള എല്ലാ മേഖലയിലും, ഇപ്പോൾ ഈവൻ ഏവിയേഷൻ, അവിടെയും അവരുടെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടാൻ, അതുപോലെ തന്നെ E-commerce ഇൻഡസ്ട്രി, ഫ്ലിപ്കാർട്ട്, മിൻട്ര അങ്ങനെയുള്ള കമ്പനീസിലൊക്കെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള എല്ലാ രീതിയിലുള്ള പൊസിഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഡേറ്റ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിഗ് ഡേറ്റ സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കേസിൽ എല്ലാ ഡൊമൈൻസ് എന്നുള്ള ആൾക്കാർക്കും ഈ ഒരു ഡേറ്റ അനലിറ്റിക്സ് സ്കിൽസ് പഠിക്കാം, അതുപോലെ തന്നെ ജോബും നേടാം. ഈ ഒരു കരിയർ എന്ത് തന്നെയായാലും ഇനി അങ്ങോട്ടും ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.